ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. UDF കയ്പമംഗലം പഞ്ചായത്ത് 5-6 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. തോട്ടുറമ്പത്ത് ഉമ്മറിന്റെ വസതിയിൽ നടന്ന കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ, അത് പണ്ടും വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കിറ്റുമായി ഇറങ്ങിയവരാ കഴിഞ്ഞ പ്രാവശ്യമല്ലേ കോവിഡ് കാലഘട്ടത്തിൽ. അന്ന് പാവപ്പെട്ട ആളുകൾ കോവിഡിന്റെ ഭീകരത നിലനിന്നപ്പോൾ കിറ്റ് കിട്ടിയപ്പോൾ ആ കിറ്റ് വാങ്ങിച്ചു അറിയാതെ ഒട്ടും ചെയ്തു പോയി. പക്ഷെ ഇപ്പോഴാ ആ കിറ്റിന്റെ വ്യവസ്ഥ പുറത്തു വരുന്നു. അത് മുഴുവൻ അനുമതിയായിരുന്നു, മുഴുവൻ തട്ടിപ്പായിരുന്നു. ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കിറ്റ് സമയത്ത് നമ്മളൊരു മാസ്ക് വെച്ചു, അതിന് 1 രൂപ നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടിയത്. ഞാനൊക്കെ 100 കണക്കിന് 1000 മാസ്ക് സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ സൗജന്യമായി വെച്ച മാസ്ക് ഉണ്ടല്ലോ, ഈ ടീച്ചറമ്മയുടെ കിറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന് 5 രൂപ അല്ലേ. നമ്മൾ കയ്യിലിട്ട ഗ്ലൗസ് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഗ്ലൗസ്, നമ്മൾ കയ്യിൽ ധരിച്ച ഗ്ലൗസ് ഈ ടീച്ചറമ്മയുടെ കിറ്റിൽ പ്രവേശിച്ചപ്പോൾ അതിന് 15 രൂപ. നമ്മളിട്ട PPE കിറ്റ്, ആ PPE കിറ്റിന് നമ്മളിട്ടത് 300 രൂപയ്ക്കാണെങ്കിൽ സൗജന്യമായി ഇവർ കൊടുത്തത് 1500 രൂപ. അഴിമതി നടത്തി കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തിയവരാണ് അന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ കിറ്റ് വന്നത്. പാവപ്പെട്ട ആളുകൾക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി മുഖ്യാതിഥിയായി. ഖജനാവിൽ ഒന്നും ഇല്ലാന്നവർക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്നത് എന്തിനാ? ഞങ്ങൾ എന്തായാലും വരാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് ആ 1000 രൂപ വെച്ച് ആർക്കും കൊടുക്കുകയും വേണ്ട, അതിന്റെ പഴി മുഴുവൻ ഇനി വരുന്ന UDF സർക്കാരിന് തലയിൽ വെക്കുകയും ചെയ്യാം. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ആരും വീഴണ്ട. അതൊന്നുമല്ല യാഥാർത്ഥ്യമായിട്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇത്രയും നാളും പൈസ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പറയാവുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ പ്രഖ്യാപിക്കാറുള്ളൂ. അതാണ് UDF സർക്കാരിന്റെ മുഖമുദ്രയായി നമുക്ക് കാണാൻ സാധിക്കുക. DCC സെക്രട്ടറിമാരായ ശോഭ സുബിൻ, CJ പോൾസൺ, മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ്, നേതാക്കളായ അനിത ബാബു, അനസ് അബൂബക്കർ, KS ഷുഹൈൽ, TK സൈദു മുഹമ്മദ്, സ്ഥാനാർത്ഥികളായ ലുബ്ന ജിനൂബ്, സന്ധ്യ രവീന്ദ്രൻ, രശ്മി സൈനുദ്ദീൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥി ഫാത്തിമ അനസ് തുടങ്ങിയവർ സംസാരിച്ചു. രശ്മിയെ ശരിക്കറിയോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന സ്ഥാനാർത്ഥിയെ ടീച്ചറൊക്കെ ആയിരുന്ന ആളല്ലേ, കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്ത നമ്മളുടെ ടീമിൽ അംഗമാര് ഇങ്ങനെ ചോദിക്കുന്നത് രശ്മി ശരിക്കും അറിയും? അറിയാം. ശ്രദ്ധിക്കണം കേട്ടോ, രശ്മി ഒരു RSS ഒക്കെയാണ്, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെ പറയുന്നത്? ആരാ പറയുന്നത്? BJP-ക്കാരല്ല വന്നിട്ട് പറയുന്നത്. ആരാ പറയുന്നത്? CPM-കാരാണ് വന്നിട്ട്, CPI-ക്കാരാണ് തലേ ദിവസവും വന്നിട്ട് ചാലക്കരയിൽ ഉപ്പുണ്ടോ വേർത്തിരിക്കണോ ചോദിച്ചിട്ട് തോളിൽ കൈയിട്ട് ആദ്യം ഒരു അസ്സലാമു അലൈക്കും ഒക്കെ പറഞ്ഞിട്ട് അത് തട്ടമിട്ടവരുണ്ടാകും, ഇല്ലാത്തവരുടെ ഒരുമിച്ച് വന്നിട്ടായിരിക്കും പറയാം. എന്താ ചോദിക്കാം? രശ്മിയോട് ശ്രദ്ധിക്കണ്ട. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആകെ കൺഫ്യൂഷൻ ആക്കും. വന്നിട്ട് പറയുന്നത് ആരാ? നമ്മളുടെ ഏറ്റവും അടുപ്പുള്ള ആളായിരിക്കും. CPM-ല് നമ്മളുടെ ഏറ്റവും അടുപ്പുള്ള ആള് പാർട്ടി നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് വന്നിട്ട് എന്ത് പറയും? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്? ആർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്? കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആര് ജയിച്ചാലും പ്രശ്നമില്ല, BJP ജയിച്ചാലും ഈ രാജ്യത്ത് കുഴപ്പമില്ല. കയ്പമംഗലത്ത് 6-ാം വാർഡിൽ BJP ജയിച്ചാലും പ്രശ്നമില്ല. ആര് ജയിക്കരുത്? കോൺഗ്രസ് ജയിക്കരുത്, ലീഗ് ജയിക്കരുത് എന്ന് പറയുന്ന ആളുകളെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ
മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.